എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആറ്റവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന മാതൃകകൾ, അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ പേരുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. സൗരയൂഥം മാതൃക, പ്ലം പുഡിംഗ് മാതൃക, വേവ് മെക്കാനിക്സ് മാതൃക, അനിശ്ചിതത്വ സിദ്ധാന്തം. J.J. തോംസൺ, റൂദർഫോർഡ്, മാക്സ് പ്ലാങ്ക്, ഹൈസൻബർഗ്. ആറ്റവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന മാതൃകകൾ, അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരുടെ പേരുകൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. A2 സൗരയൂഥം മാതൃക, റൂദർഫോർഡ്. B1 പ്ലം പുഡിംഗ് മാതൃക, J.J. തോംസൺ. C3 വേവ് മെക്കാനിക്സ് മാതൃക, മാക്സ് പ്ലാങ്ക്. D4 അനിശ്ചിതത്വ സിദ്ധാന്തം, ഹൈസൻബർഗ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഓപ്ഷൻ എ ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനത്തിൻ്റെ പേര് ദേശീയ വികസന സമിതി എന്നാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 1 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. 3 ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഡിസംബർ 5-ന്റെ പ്രാധാന്യം എന്ത്? ഡിസംബർ 5-ന്റെ പ്രാധാന്യം എന്ത്? ഓപ്ഷൻ എ ലോക മണ്ണ് ദിനം. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ പേപ്പർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകളുള്ള സംസ്ഥാനം. ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓപ്ഷൻ ബി എൻഡോമോളജി. പ്രാണികളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡോമോളജി. ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ 35 വയസ്സ്, രാജ്യസഭാംഗം, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ലോക്സഭാംഗം 25 വയസ്സ്, പഞ്ചായത്ത് അംഗം 18 വയസ്സ്. തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി പഞ്ചായത്ത് അംഗം 18 വയസ്സ് എന്നതാണ് തെറ്റായത്. പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? പരമ്പരാഗത കൃഷിരീതികളെയും വിത്തിനങ്ങളെയും സംരക്ഷിക്കാനായി നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? ഓപ്ഷൻ സി വന്ദന ശിവ. വന്ദന ശിവയാണ് നവധാന്യ എന്ന പ്രസ്ഥാനം രൂപീകരിച്ച പരിസ്ഥിതി പ്രവർത്തക. ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ആദ്യ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ എന്തിനെയാണ് സൂചിപ്പിച്ചത്? ഓപ്ഷൻ ഡി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ. ആദ്യത്തെ ഇന്ത്യൻ ദേശീയ പതാകയിലെ 8 താമരകൾ സൂചിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളെയാണ്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം
ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഓപ്ഷൻ ബി ഗ്രീഷ്മം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന ഋതു ഗ്രീഷ്മം. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ ബി 89%. ശുദ്ധജലത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് 89%. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിലുള്ളതും ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തം. ഓപ്ഷൻ എ ഹൈഡ്രജൻ പെറോക്സൈഡ്. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയുള്ളതും ബ്ലീച്ചിങ് ഏജന്റായി ഉപയോഗിക്കുന്നതുമായ ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? ഓപ്ഷൻ എ പെഡ്രോ അൽവാരിസ് കബ്രാൾ. പെഡ്രോ അൽവാരിസ് കബ്രാൾ ആണ് വാസ്കോഡഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉദ്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻ ബി ഗ്രീക്ക്. ഭൂമിശാസ്ത്രം എന്ന വാക്കിന്റെ ഉദ്ഭവം ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ പ്രസ്താവന ഏത്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, ശിഷ്ടാധികാരങ്ങൾ. കാനഡയിലെ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഓൺലി 1 and 3. 1 അർദ്ധ ഫെഡറൽ സമ്പ്രദായം, 3 ശിഷ്ടാധികാരങ്ങൾ. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലം? തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് എന്ത് മൂലമാണ്? ഓപ്ഷൻ ഡി കേശികത്വം. തിരിയിലൂടെ മണ്ണെണ്ണ ഉയർന്ന് വിളക്ക് കത്തുന്നത് കേശികത്വം മൂലമാണ്. നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചതാര്? നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ സി മോണ്ടസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത രചിച്ചത് മോണ്ടസ്ക്യൂ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. ഓപ്ഷൻ ബി NH-47A. NH-47A ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ഹൈവേ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. 2015 ജനുവരി 1 നിലവിൽ വന്നു. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയായ പ്രസ്താവനകളാണ്. ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് ബെറിബെറി എന്ന രോഗത്തിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ തയാമിൻ. തയാമിൻ്റെ അപര്യാപ്തത മൂലമാണ് ബെറിബെറി എന്ന രോഗം ഉണ്ടാവാൻ കാരണമാകുന്നത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. രാമായണ കഥ ആലേഖനം ചെയ്ത 45 ചുമർ ചിത്രങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലുണ്ട്.
പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1 കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. 3 പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച് കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനിച്ച കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്ന ഈ പ്രതിഭ മറ്റൊരു മേഖലയിലാണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ആരാണ് ഈ പ്രതിഭ? ഓപ്ഷൻ ബി സത്യജിത് റേ. സത്യജിത് റേയാണ് സന്ദേശ് എന്ന പേരിൽ മാസിക നടത്തിയിരുന്നത്. അദ്ദേഹം ചലച്ചിത്ര രംഗത്താണ് തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചത്. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്? ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 1992 മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്? ഓപ്ഷൻ സി PV നരസിംഹറാവു. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രകാരം 92 മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർവീസിൽ 27% സംവരണം പ്രാവർത്തികമാക്കിയത്. ശരിയായ ജോഡികൾ ഏതൊക്കെ? ആനക്കാരൻ കാരോട് നീലകണ്ഠപിള്ള, ആത്മാവിൽ ഒരു ചിത വയലാർ രാമവർമ്മ, ഫ്ലാറ്റിലെ ഓണം നെടുമുടി ഹരികുമാർ, ഹിമവാന്റെ മുകൾ തട്ടിൽ രാജൻ കാക്കനാടൻ. ശരിയായ ജോഡികൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി 1, 2, 3, 4. തന്നിരിക്കുന്ന 4 ജോഡികളും ശരിയായ ജോഡികളാണ്. ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തന്നിരിക്കുന്നവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ ഡി യുറാസിൽ. യുറാസിലാണ് DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? ഓപ്ഷൻ ഡി പാലക്കാട്. പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3, 4. തന്നിരിക്കുന്നതെല്ലാം തന്നെ ശരിയായതാണ്. ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ളതാണ്? ബജാവലി എന്ന നൃത്തരൂപം ഏത് സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ അസം. ബജാവലി എന്ന നൃത്തരൂപം അസം സംസ്ഥാനത്ത് പ്രചാരത്തിലുള്ളതാണ്. ചുവടെ പറയുന്ന കായിക താരങ്ങൾ, അവർ പ്രാഗൽഭ്യം നേടിയ കായിക ഇനങ്ങൾ എന്നിവ ശരിയായി ചേരുംപടി ചേർക്കുക. സാക്ഷി മാലിക്, PV സിന്ധു, അഭിനവ് ബിന്ദ്ര, ലിയാൻഡർ പേസ്. ഗുസ്തി, ബാഡ്മിൻ്റൺ, ഷൂട്ടിംഗ്, ടെന്നീസ്. ശരിയായി ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി A1, B2, C3, D4. തന്നിരിക്കുന്നതെല്ലാം തന്നെ ശരിയായി ചേരുംപടി ചേർക്കപ്പെട്ടതാണ്. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. ഓപ്ഷൻ ബി കല്ലൻ പൊക്കുടൻ.
കല്ലൻ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമേത്? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി പ്രൊഫസർ ആർ മിശ്ര. പ്രൊഫസർ ആർ മിശ്രയാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ ഓപ്ഷൻ സി ആകർഷണബലം കുറവായിരിക്കും. വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ ആകർഷണബലം കുറവായിരിക്കും. എൽ നീനോ എന്ന കാലാവസ്ഥാ പ്രക്രിയയെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കനത്ത മഴ, വരൾച്ച തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാൻ കാരണം എൽ നീനോ എന്ന പ്രതിഭാസമാണ്. എൽ നീനോ പ്രതിഭാസത്തിന്റെ ഫലമായാണ് ശീതജല പ്രവാഹങ്ങൾ ഉഷ്ണ സ്വഭാവമുള്ളതാകുന്നത്. എൽ നീനോ എന്ന വാക്കിന്റെ അർത്ഥം ബാലിക എന്നാണ്. എൽ നീനോയെക്കുറിച്ച് ആദ്യമായി മനസ്സിലാക്കിയത് പെറുവിലെ മത്സ്യത്തൊഴിലാളികളാണ്. എൽ നീനോ എന്ന കാലാവസ്ഥാ പ്രക്രിയയെക്കുറിച്ച് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 4 എന്നിവ. 3 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. എൽ നീനോ എന്ന വാക്കിന്റെ അർത്ഥം ബാലിക എന്നാണ് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്ത പ്രസ്താവന. എൽ നീനോ എന്ന വാക്കിന്റെ അർത്ഥം ലിറ്റിൽ ബോയ്, ബാലൻ എന്നാണ്. ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ എത്രാമത്തെ അക്ഷരമാണ്? ഓപ്ഷൻ ബി 15. ഒമിക്രോൺ എന്ന കൊറോണ വൈറസ് വകഭേദത്തിന്റെ പേര് ഗ്രീക്ക് അക്ഷരമാലയുടെ 15ാമത്തെ അക്ഷരമാണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ എത്ര ഭാഗമാണ്? ഓപ്ഷൻ ഡി 1/6. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ 1/6 ഭാഗമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം ഏത്? രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം ഏത്? ഓപ്ഷൻ ബി ഫ്രാൻസ്. ഫ്രാൻസ് ആണ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അച്ചുതണ്ട് ശക്തികളിൽ പെടാത്ത രാഷ്ട്രം. ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺസ് ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏത്? ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺ ഓർഗൻ കാണപ്പെടുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ ഡി പാമ്പ്. പാമ്പിലാണ് ഗന്ധം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഭാഗമായ ജേക്കബ്സൺ ഓർഗൻ കാണപ്പെടുന്നത്. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടന. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്? ഓപ്ഷൻ ബി രാമകൃഷ്ണ മിഷൻ. ബേലൂർ മഠം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ബി ചൊവ്വ. ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. ഓപ്ഷൻ സി
1935. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത്. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. ഓപ്ഷൻ സി WIFS. വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. WIFS. സ്കൂളുകളിൽ ഇരുമ്പടങ്ങിയ ഗുളികകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് WIFS. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ആണ് പെൻസിലിൽ ഉപയോഗിക്കുന്നത്. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ സി അരുവിപ്പുറം. അരുവിപ്പുറത്താണ് 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ഓപ്ഷൻ സി ഇരുമ്പ്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പാണ്. മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? മരണം വരെയും കർമ്മനിരതൻ എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? ഓപ്ഷൻ എ BSF. BSFന്റെ ആപ്തവാക്യമാണ് മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത്. ഗാന്ധിയൻ സമര മാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളിയാര്? ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഗാന്ധിയും അരാജകത്വവും, ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം രചിച്ച മലയാളി. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കൃഷിരീതി അറിയപ്പെടുന്നത്. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള കൃഷിരീതി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പെർമാകൾച്ചർ. പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള കൃഷിരീതിയാണ് പെർമാകൾച്ചർ. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര. പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര. ഓപ്ഷൻ ബി സുക്രോസ്. സുക്രോസ് ആണ് പ്രകാശ സംശ്ലേഷണ ഫലമായി രൂപപ്പെടുന്ന പഞ്ചസാര. കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി കൊല്ലം കോട്ടപ്പുറം. കൊല്ലം കോട്ടപ്പുറം ജലപാതയാണ് കേരളത്തിലെ ദേശീയ ജലപാത. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.